ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അഭിയെയും അതുപോലെ ജാനകിയെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളുമായിട്ട് അവിടുത്തെ വേലക്കാരി ഒരുക്കി വിട്ടിരിക്കുകയാണ് നമ്മുടെ മെയിൻ ശത്രു. അഭി ബാത്റൂമിലേക്ക് കയറിയ നേരം നോക്കിക്കൊണ്ട് വേലക്കാരി വന്ന് എന്തോ ഒരു ഫയലൊക്കെ എടുത്ത് മാറ്റി വെച്ചു. അതിന് ശേഷം അങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും പൊന്നു അവിടെ കിടന്നിങ്ങനെ കളിക്കുമ്പോൾ ജാനകി പറഞ്ഞു, മോള് വേഗം വന്നേന്നും പറഞ്ഞു വിളിച്ചുകൊണ്ട് പോവുക. അഭിയേട്ടാ വേഗം ഇറങ്ങ്, ഫുഡ് കഴിച്ചിട്ട് പോകേണ്ടതല്ലേ എന്നും ചോദിച്ചു. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴാണ് വേലക്കാരുടെ ശ്വാസം നേരെ വീണത്. പുള്ളിക്കാരി ഒന്നും അറിയാത്തതുപോലെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. നമ്മുടെ അഭിയാണെങ്കിൽ പോയി റെഡിയായി, എല്ലാം ഓക്കെ ആയി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതൊന്നും അഭി അറിയുന്നില്ല. ഇത് കഴിഞ്ഞപ്പോഴേക്കും നളിനിയെ വിളിച്ച് ചോദിക്കുവായി എന്തായി, ഓക്കെ അല്ലേ എന്നുള്ളത്. അപ്പം തല പോകുന്ന കാര്യമാണ്, എങ്കിലും ഞാനത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ ആശാത്തി ഭയങ്കര സന്തോഷത്തിലാട്ടോ. അങ്ങനെ അഭിസാറിൻ്റെ ഫയലെടുത്ത് മാറ്റിയിട്ട് അപർണ കുഞ്ഞ് തന്ന ഫയൽ ഞാനെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വെരി ഗുഡ് എന്ന് പറഞ്ഞു. കുഞ്ഞെ, ഓരോ വിധത്തിൽ അഭിസാറിൻ്റെ മുറിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടത് അവരെന്നെ സംശയിച്ചാലേ തീർന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞു. വേറെ ഇതുവരെ മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. നളിനിക്കൊന്നും സംഭവിക്കില്ല എന്നും അളകാപുരിയിലെ ജോലി പോയാൽ പടവലത്ത് ഞാൻ ജോലി തരും, എന്താ അത് പോരെ എന്ന് നളിനിയോട് ചോദിക്കുന്നു ആ പെണ്ണ്. അപ്പോൾ നളിനിക്ക് ഞാൻ ഓഫർ ചെയ്ത സമ്മാനം അരമണിക്കൂറിനുള്ളിൽ അത് വരും, പോയി വാങ്ങിക്കോളാൻ പറഞ്ഞു. 2 പവൻ്റെ സ്വർണ്ണ വളകളാണെന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ അപർണ വളരെ ഹാപ്പിയായിട്ട് ലേലം വിളിക്കാൻ പോകുന്നു. ഈ സമയത്താണ് നമ്മുടെ ജാനകി അങ്ങോട്ടേക്ക് റൂമിലേക്ക് വരുന്നത്. റൂമിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആ ഫയൽ അവിടെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ ഈ ഫയൽ മാറിപ്പോയതായിട്ട് ജാനകിക്ക് മനസ്സിലായി. ജാനകി എന്നിട്ട് ഈ ഫയൽ ഇങ്ങനെ എടുത്ത് നോക്കുക. അപ്പോൾ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ആ ഫയലും കാര്യങ്ങളെല്ലാം മാറിപ്പോയതായിട്ട് മനസ്സിലായി. പെട്ടെന്ന് തന്നെ ടെൻഷൻ അടിച്ചിട്ട്, ഈശ്വര ഇതല്ലല്ലോ വേണ്ടത്, ദൈവമേ, അപ്പോൾ ലേലത്തിന് സബ്മിറ്റ് ചെയ്യാനായിട്ട് അഭിയേട്ടൻ കൊണ്ടുപോയ ഫയൽ ഏതാ എന്നും ശരിക്കുള്ള ഫയൽ ഇതാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ജാനകി ഇങ്ങനെ ആകെതായിട്ടിരിക്കും. അവിടെ ടെൻഷൻ അടിക്കാം. ഈ സമയത്ത് പാവം നമ്മുടെ അഭി ഇതൊന്നും അറിയാതെ അവിടെ ലേലസ്ഥലത്ത് ഭയങ്കര സന്തോഷം. അപർണയാണെങ്കിൽ അതിനേക്കാളും സന്തോഷം. നിന്റെ ചിരിയൊക്കെ ഇപ്പോൾ മാറുവിടാ, നീ ഇവിടുന്ന് പോകുന്നത് ജയിലിലേക്കാണിടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെ നിന്ന് ചിന്തിക്കുക. പാവം അഭി ഇതൊന്നും അറിയാതെ അങ്ങനെ ആ ഒരു ഇതിലിരിക്കുക കേട്ടോ. അപ്പോൾ മകളോട് അച്ഛൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് മകൾ ഇങ്ങനെ കാണിക്കുന്നു. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്നറിയാതെ ജാനകി ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല, ഔട്ട് ഓഫ് റേഞ്ച് ആയിരുന്നു. പിന്നെ എന്ത് ചെയ്യണമെന്ന് ജാനകിക്കും അറിയില്ല. ടെൻഷൻ അടിച്ച ഒരു വഴിയായി. ഇവിടെയാണെങ്കിൽ ലേലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഇതൊക്കെ വരാനും തുടങ്ങി. അഭിയാണെന്നുണ്ടെങ്കിൽ ഈ അപർണയെ നോക്കി സന്തോഷത്തോടെ ഇരിക്കുക കേട്ടോ. കാരണം ഇവർ ജയിക്കും എന്നാണല്ലോ അഭി വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഹാപ്പിനെസ് അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ട്. പക്ഷേ ജാനകി ആണെങ്കിൽ ഇവിടെ ആകെ വെപ്രാളം കയറി. ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച് ജാനകി ഫയലും എടുത്ത് ഇറങ്ങുന്നു. വണ്ടി ഓടിക്കാൻ അറിയില്ലാഞ്ഞിട്ട് കൂടി എന്തൊക്കെയോ അറിവുകൾ വെച്ച് ജാനകി വേഗം തന്നെ ആ കാർ എടുത്ത്, അതായത് ജീവൻ മരണ പോരാട്ടം എന്ന് തന്നെ പറയാം. അപ്പോൾ ജീവൻ മരണ പോരാട്ടത്തിലൂടെ നമ്മുടെ ജീവൻ പണയം വെച്ച് തൻ്റെ ഭർത്താവിനെ രക്ഷിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ ജാനകി. ഈ സമയത്ത് അവിടെ കാര്യങ്ങളെല്ലാം ഇതാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ജാനകിയെ തപ്പിക്കൊണ്ട് അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ ജാനകി ചേച്ചി കാർ എടുത്ത് പുറത്തേക്ക് പോയെന്ന് പറഞ്ഞു. നീ എന്തൊക്കെയാ ഈ പറയുന്നേ? നമ്മുടെ ജാനകി കാർ എടുത്ത് പുറത്തേക്ക് പോയെന്നോ? അതെ, നല്ല സ്പീഡിലാണ് പോയത്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി കേട്ടില്ലെന്ന് അവിടുത്തെ ചേർക്കാൻ പറഞ്ഞു. എൻ്റെ ദൈവമേ, അവൾ നന്നായിട്ട് ഡ്രൈവിംഗ് പോലും പഠിച്ചിട്ടില്ലല്ലോ, എന്ത് ധൈര്യത്തിലാണ് അവൾ പോയത് എന്നൊക്കെ അമ്മ ഇങ്ങനെ പറയാം. അപ്പോൾ എനിക്കതൊന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ ഇങ്ങനെ നിൽക്കുന്നു. എവിടേക്ക് പോകുന്നതെന്ന് പറഞ്ഞോന്ന് ചോദിച്ചപ്പോൾ ഇല്ല പറഞ്ഞില്ല, ചേച്ചി ആകെ ടെൻഷനിലായിരുന്നു, ഒന്നും പറയാതെ വണ്ടി എടുത്തൊരു ഒറ്റ പോക്കായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അടുത്ത പോതനെ അങ്ങോട്ടേക്ക് വന്നു. എന്താ ഇവിടെയെന്നും ചോദിച്ചു. അപ്പോൾ ജാനകി കാർ എടുത്തു പുറത്തേക്ക് പോയെന്ന് പറയുമ്പോൾ അഹങ്കാരം അല്ലാണ്ട് എന്താ, വണ്ടി എടുക്കാൻ അറിയാൻ മേലാത്തവൾ എന്തിനാടി വണ്ടി എടുത്തുകൊണ്ട് പോയത്, അഹങ്കാരി ധിക്കാരി എന്നും പറഞ്ഞ് അങ്ങനെ വീണ്ടും അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ജാനകി എന്തിനാ പോയെന്നൊന്നും ഇവർക്ക് അറിയില്ല, അവൾക്ക് ഒന്നും അറിയില്ല. എന്നിട്ട് അവൾ വണ്ടി എടുത്തുകൊണ്ട് പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം ഈ സമയത്ത് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ അമ്മയെന്ന് ചോദിച്ചു. അപ്പം തെറ്റ് ചെയ്തവനല്ലേ കുറ്റക്കാരൻ, അപ്പം പിന്നെ കുറ്റപ്പെടുത്താതെ ഞാൻ എന്താടി ഓമനിക്കണോ? ആരോട് ചോദിച്ചിട്ടാടി അവൾ വണ്ടി എടുത്തുകൊണ്ട് പോയത്? അത് നീ ആദ്യം എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരി അവിടെ കിടന്ന് ഒച്ചയും പാടും ഉണ്ടാക്കുന്നു. ഇനി എത്ര പേരുടെ ജീവൻ എടുക്കുമെന്നൊക്കെ ആർക്കറിയാമെന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കുന്നു. നോക്കിക്കോ, അവളുടെ ഈ അഹങ്കാരത്തിനുള്ള ഫലം അത് വരാതിരിക്കില്ല എന്നും പറഞ്ഞ് അങ്ങനെ പറയുന്നു. ഈ സമയം നമ്മുടെ ജാനകി അവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ലേലം വിളി തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ലേലം വിളിച്ച് ആ ഒരു ഇതിലേക്ക് തുടങ്ങുന്നു. ആ ഒരു സിറ്റുവേഷൻ അവിടെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പോഴേക്ക് ഓരോരുത്തരായിട്ട് വീട്ടിലേക്ക് വരുന്നു. പുറത്ത് പോയവർ വന്നവരോട് ജാനകി പുറത്തേക്ക് പോയ കാര്യങ്ങൾ ഇവർ പറയാം. അപ്പോൾ അവൾ വണ്ടി എടുത്ത് കറങ്ങാൻ പോയെന്നാണ് വലിയതള്ള പറയുന്നത്. വണ്ടി എവിടെയെങ്കിലും ചെന്നിടിച്ചാൽ അളകാപുരിയിലെ വണ്ടിയാണെന്നറിഞ്ഞ് ആരെങ്കിലും വിളിച്ചു പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ മുത്തശ്ശി ഇത്, അല്ലാമേ ഡ്രൈവിംഗ് അറിയാത്ത ജാനു ചേച്ചി എങ്ങനെയാമേ ഒറ്റയ്ക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ ടെൻഷൻ അടിക്കുക. അപ്പോൾ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അവർക്ക് ആർക്കും അറിയില്ല. അപ്പോൾ അടുത്ത ആൾ വന്നു, അടുത്ത ആളോടും പറഞ്ഞു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇതറിയാം. ചില ഗുണ്ടകൾ വഴി തടഞ്ഞ് ആക്രമിക്കുന്നതായിട്ട് ഒരാളെൻ്റെ ഷോപ്പിൽ വന്ന് പറഞ്ഞു.
ഇനിയിപ്പോൾ അതെങ്ങാനും ആണോ, അങ്ങനെ ടെൻഷൻ അടിച്ച് ആകെ വെപ്രാളം കയറി നിൽക്കുകയാണ്. എന്നാൽ പിന്നെ വല്ല ഹോസ്പിറ്റലും കാണും അവൾ എന്നും പറഞ്ഞുകൊണ്ട് ഈ വല്യമ്മ കിടന്ന് പറയൂ കേട്ടോ. ഹോസ്പിറ്റലിൽ കിടപ്പുണ്ടെന്ന് പറഞ്ഞത് നേരാ, പക്ഷേ അത് അഭിയേട്ടനായിരിക്കില്ല, അഭിയേട്ടനോട് മുട്ടാൻ വന്നവരായിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനത്തെ ഇവർ പറഞ്ഞു, എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ മുത്തശ്ശി, ഉള്ള മരുന്നും മധുരമൊക്കെ കഴിച്ച് വടിയാകാതെ നോക്കാൻ പറഞ്ഞിട്ട് അവർ പിള്ളേരകത്ത് കയറിപ്പോയി. അത് കഴിഞ്ഞ് ഇവരത് തപ്പാനായിട്ട് പോവുക. കാരണം എന്താ സംഭവിച്ചതെന്നറിയാം. അപ്പോൾ എന്തായാലും അവൾ അഭിയുടെ കൂടെ ഹോസ്പിറ്റലുണ്ടാകും, അതുകൊണ്ടായിരിക്കും അവളത് ഓടി പിടിച്ചു പോയത്, അത് ഉറപ്പാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ തള്ള ഇങ്ങനെ പറയാം. അത് കഴിഞ്ഞപ്പോൾ പഠനനിലത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ അഭിയുടെയൊക്കെ ടെൻഡർ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പഠനനിലംകാർ അത് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അഭിയുടെ പേരായി. അഭിയാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങുന്നു. ആ സമയം കറക്റ്റായിട്ട് ഇങ്ങനെ ആ പള്ളിക്കാരി ഭയങ്കര സന്തോഷത്തോടു കൂടി അങ്ങനെ ഇരിക്കുക. കാരണം അഭി ഇപ്പം തന്നെ ജയിലിലാകുമല്ലോ എന്നുള്ളത്. അഭി അത് കൊണ്ടുവന്ന് സബ്മിറ്റ് ചെയ്യാൻ തുടങ്ങും. അഭിയേട്ടാന്നും പറഞ്ഞ് പിറകിൽ നിന്നൊരു വിളി. ജാനകി ഓടിക്കതച്ച് വന്നിരിക്കുക. വന്നിട്ട് ഫയൽ മാറിപ്പോയി എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ തലനാരിഴയ്ക്ക് നമ്മുടെ അഭിയെ ജീവൻ ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് നമ്മുടെ ജാനകി രക്ഷിച്ചു. അങ്ങനെ ജാനകി കൊണ്ടുവന്ന് വെച്ചത് അവിടെ കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ വളരെ സന്തോഷമായി അവർക്ക്. അങ്ങനെ അപർണയുടെ എല്ലാ കുതന്ത്രങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ ജാനകി പറന്നെത്തി അഭിയെ രക്ഷിച്ചു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോഴേക്കും അഭി ജാനകിയെ മാറ്റി നിർത്തി ചോദിക്കണം, നീ എന്ത് ഫയലും കൊണ്ടാണ് വന്നത്? നമ്മളുടെ ഫയൽ ഞാൻ കൊണ്ടുവന്നതല്ലേ, അതല്ലേ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. നീ ഇപ്പോൾ കൊണ്ടുവന്ന ഫയൽ പിന്നെ ഏതാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ കയ്യിലിരുന്ന ഫയലെടുത്ത് ജാനകി കാണിച്ചു. അത് അഭി വായിച്ചു നോക്കി. അത് കണ്ടപ്പോൾ അഭി വരെ ഞെട്ടിപ്പോയി. കാരണം തൻ്റെ ആയുസ് തന്നെ തീർന്നു പോകുന്ന ആ ഒരു ഫയലായിരുന്നു അത്. അഭിയേട്ടനകത്താവാൻ ഇത് മാത്രം മതിയെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ജാനകി പറയാം. അപ്പോഴേക്കും അഭിക്കും ടെൻഷനായി. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഇതെല്ലാം മനസ്സിലാക്കുക. 10% കമ്മീഷൻ ഗവൺമെൻറ് ഓഫീസേഴ്സിന് എനിക്കറിയില്ല, ചതിയാണല്ലോ നടന്നിരിക്കുന്നതെന്നൊക്കെ അഭി ഇങ്ങനെ പറയാം. അങ്ങനെ അപർണയെല്ലാം പൊളിച്ചടുക്കി. ഈ സമയത്ത് അനിയൻ ഓടിക്കതച്ച് ഇവിടെ വന്നു. അപ്പോൾ ജാനകിയടുത്ത് നേരത്തെ ഇങ്ങ് എത്തിയല്ലേ എന്ന് ചോദിച്ചു. എൻ്റെ അഭിയേട്ടാ, വഴിക്ക് വല്ല പ്രശ്നവും മറ്റോ ഉണ്ടായോ എന്ന് ചോദിച്ചപ്പം അതോ അത് പിന്നെ വഴിക്ക് വെച്ച് ചിലർ കാറ് തടഞ്ഞായിരുന്നടാ. പിന്നെ ഞാൻ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. അവരാ അത് എന്നും പറഞ്ഞുകൊണ്ട് അവരെ കാണിച്ചും കൊടുക്കുന്നു. അവരെ കാണിച്ചു കൊടുത്തപ്പോഴേക്കും ഇവർക്ക് ആകെ ടെൻഷനായി. പ്രശ്നം ഉണ്ടാക്കാനാണ് അവർ നിൽക്കുന്നതെന്ന് അനിയൻ ചോദിച്ചപ്പം അവരിപ്പോൾ നമ്മുടെ ആൾക്കാരാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ അഭി പറഞ്ഞു. എൻ്റെ അഭിയേട്ടാ, നിങ്ങളെ ഞാൻ സമ്മതിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജാനകിയെ കെട്ടിപ്പിടിച്ച്, അതായത് ആ ഒരു ടെൻഡർ ഇവർക്ക് തന്നെ കിട്ടി. അപ്പോൾ അഭി നമ്മുടെ ജാനകിയെ കെട്ടിപ്പിടിച്ച് നീ എൻ്റെ യഥാർത്ഥ ഭാര്യയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ എന്തായാലും ഇവർക്ക് ആ ഒരു വലിയ ടെൻഡർ കിട്ടി. തകർക്കാനിരുന്ന പുള്ളിക്കാരി നാണം കെട്ട് വെളുത്ത് അവിടെ നിന്ന് വെറും കൈയോടെ പടിയിറങ്ങുന്നു. അപ്പോൾ എൻ്റെ പ്രതികാരം പൂർത്തിയാകണമെങ്കിൽ വേറെ ആരെയല്ല തീർക്കേണ്ടത്, ഈ നിൽക്കുന്ന ജാനകിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ലക്ഷ്യം അവൾ ജാനകിയുടെ തലയിലേക്ക് വെക്കുന്നു. അങ്ങനെ എല്ലാവരെയും എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് വലിയൊരു തണൽമരമായി നമ്മുടെ ജാനകി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എല്ലാവരും കാത്തിരുന്ന് കാണുക കേട്ടോ എല്ലാവർക്കും.